ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഏരിയ ഓഫ് റോംബസ്. എന്താണ് ഈ റോംബസ്? റോംബസ് എന്ന് പറയുമ്പോഴത്തേക്ക് പാരലോഗ്രാമാണ്. എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് വരുന്ന പാരലോഗ്രാം അല്ലേ? എല്ലാ സൈഡും ഈക്വലാണ്. അപ്പോൾ ആ ടീച്ചറിവിടെ റോംബസ് വരച്ചൊക്കെയാണ്. എല്ലാ സൈഡും ഈക്വലാണ്. ഓക്കെ. അപ്പോൾ ഏരിയ ഓഫ് എ റോംബസ് പഠിക്കുന്നതിനായിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയണം. ഏതെന്നറിയാമോ? ബൈസെക്ടർ. എന്തുവാടെ ബൈസെക്ടർ? ഞാൻ ലൈൻ സെഗ്മെന്റ് തരുന്നു. ലൈൻ സെഗ്മെന്റ് ലെങ്ത്, ലൈൻ സെഗ്മെന്റ് AB ആണ്. അപ്പോൾ എന്നിട്ട് ഇവിടെ ഞാൻ ലൈൻ വരയ്ക്കുകയാണ് കേട്ടോ. ലൈൻ വരച്ചപ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ അതൊരു കാര്യം ചെയ്യാം. ആണല്ലോ, ഇതിൻ്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ മിഡ് പോയിന്റ് O ആയിട്ട് എടുക്കുന്നു. ഓക്കെ, മിഡ് പോയിന്റ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് ഇത് ലൈനിനെ ഞാൻ L എന്ന് കൊടുക്കുന്നു. ഈ ലൈൻ L ഈ ലൈൻ സെഗ്മെന്റ് AB ബൈസെക്ട് ചെയ്യുന്നെന്ന് പറയാം. ബൈസെക്ട് ബൈ മീൻസ് 2 അല്ലേ? 2 സെക്ഷൻ. അപ്പോൾ 2 സെക്ഷൻസ് ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോഴാണ് അതിനെ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഈ ലൈൻ സെഗ്മെന്റ് ബൈസെക്ടർ, ഈ ലൈൻ L എന്ന് പറയുന്നത് ഈ ലൈൻ സെഗ്മെന്റ് ABയുടെ ബൈസെക്ടർ. ബൈസെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ AO 4 സെന്റിമീറ്റർ ആണെങ്കിൽ OBയും 4 സെന്റിമീറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ AO പ്ലസ് OB ഇസ് ഈക്വൽ ടു AB, ആ ഒരു കാര്യം അറിയണം. ഓക്കെ ഓക്കെ ഇനി ഇത് തന്നെ ഇപ്പം OA പ്ലസ് OB എന്നും പറയാം. ഓക്കെ, OA പ്ലസ് OB ഇസ് ഈക്വൽ ടു AB തന്നെ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ലൈൻ വരച്ചു. ദിസ് ലൈൻ L is a bisector of this line segment AB. ഇനി യു ഷുഡ് നോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ലൈനോ ലൈൻ സെഗ്മെന്റ് ഇവിടെ വരയ്ക്കുന്നത് ഇവിടെ ആംഗിൾ കൂടെ 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലൈനോ ലൈൻ സെഗ്മെന്റ്, ഞാൻ ഇപ്പോൾ ലൈൻ സെഗ്മെന്റ് എടുത്ത്, അപ്പം ഇവിടെ 90 ഡിഗ്രിയും കൂടെ ആണ്. ഇതെല്ലാം 90 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഈ ലൈൻ L ആണ് ഇരിക്കട്ടെ. ഈ ലൈൻ L is a perpendicular bisector of line segment AB. ലൈൻ സെഗ്മെന്റ് ABയുടെ രണ്ട് ഈക്വൽ പാർട്ടാക്കിച്ച് 90 ഡിഗ്രി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ബൈസെക്ടർ അറിയണം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ അറിയണം. ഓക്കെ, ഇനി റോംബസിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയ പാരലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഞാൻ റഫായിട്ട് വരയ്ക്കണം കേട്ടോ. ഇതിൻ്റെ ഡയഗണൽസിന്റെ പ്രത്യേകതയും പഠിച്ചിട്ടുണ്ടല്ലേ? ഇവിടെ എന്തോ പഠിച്ചിട്ടുള്ളത്? ഡയഗണൽസ് ഓഫ് എ റോംബസ്. ഈ ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ ആണ്. ബൈസെക്ടേഴ്സ്. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ABCD റോംബസ് ABCD ആണെങ്കിൽ ഈ പോയിന്റ് O ആണെങ്കിൽ എന്തോ അതിൻ്റെ മീനിങ് ദിസ് AO മസ്റ്റ് ബി ഈക്വൽ ടു OC, OD is equal to OB ആണ്. ഇവിടെ ആംഗിൾ 90 ഡിഗ്രി ആണ്. അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ ഒരെണ്ണം ഒരു ഡയഗണൽ മറ്റൊന്ന് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ഇനി ഈ ഡയഗണൽ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയണം ഏരിയ ഓഫ് റോംബസിന്. അതുപോലെ ഇവിടെ OA പ്ലസ് OC ഇതിപ്പോൾ 4 സെന്റിമീറ്റർ ആണെങ്കിൽ AC മസ്റ്റ് ബി 8 സെന്റിമീറ്റർ. ഇത് 3 ആണെങ്കിൽ OD പ്ലസ് OB മസ്റ്റ് ബി DB എന്നോ BD എന്നോ പറയാം. അതേപോലെ തന്നെ ഇപ്പം AO പ്ലസ് OC ഈക്വൽ ടു AC ആണ്, അതറിയണം. ഇത് തന്നെ OA പ്ലസ് OC നമുക്ക് AC എന്ന് പറയാം. OD പ്ലസ് OBയും DB ഓർ BD എന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ബൈസെക്ടർ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ, പിന്നെ ഡയഗണൽസ്. റോംബസിന്റെ ഡയഗണൽസിന്റെ പ്രത്യേകത പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് ക്വാഡ്രിലാറ്ററലിന്റെ ആയാലും ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് നമ്മൾ അങ്ങോട്ട് 2 ട്രയാങ്കിൾ ആക്കാം. ഓക്കെ, 2 ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡയഗണലും വരയ്ക്കാം, ഏത് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഏത് വരച്ചാലും നമുക്ക് സെയിം ആൻസർ കിട്ടും. അവിടെ 2 ഡയഗണലും വേണം അവിടെ. ഓക്കെ, അപ്പോൾ ഈ റോംബസിന്റെ ഏരിയ 2 രീതിയിൽ വേണം കിട്ടണേ. ഇതിപ്പോ പാരലോഗ്രാം തന്നെയാണ്. അപ്പൊ പാരലോഗ്രാമിന്റെ ഏരിയയുടെ ഫോർമുല എന്തുവാടെ ഓർക്കുന്നുണ്ടോ? ഈ ഫോർമുലകൾ എല്ലാ ദിവസവും ഒന്ന് പഠിക്കണേ.
നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ അറിയാം എൽ ഇൻറ്റു ബി ആണ് എൽ ബി. എൽ ഇൻറ്റു ബി ഇവിടെ ബി ഇൻറ്റു എച്ച് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും പാരലോഗ്രാം ആണ്. അപ്പോൾ റോംബസിന്റെ ഏരിയ നമുക്ക് ബേസ് ഇൻറ്റു ഹൈറ്റ്, ഈ ഫോർമുലയും ഉണ്ട്, ഫസ്റ്റ് ഈ ഫോർമുലയും ഉണ്ട്. അപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ്, ഇവിടെ നിന്നുള്ള ഹൈറ്റോ ഇവിടെ നിന്നുള്ള ഹൈറ്റ് എടുത്താൽ ബേസിന്റെ ഹൈറ്റ് വെച്ചും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ഡയഗണൽസ് തന്നിരുന്നാൽ ഡയഗണൽസ് D1 D2 എന്ന് കൊടുക്കണം. അപ്പോൾ D1 D2 എന്ന് കൊടുക്കാൻ വെച്ചാൽ ടീച്ചറിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഞാനൊരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഹൈറ്റ്സ് അവിടെ ഇതേപോലെ 2 ട്രയാങ്കിൾസ് ഒക്കെ ആക്കി അതേ 2 ഹൈറ്റ്, ഇത് H1 H2. അപ്പോൾ ടീച്ചറിൻ്റെ സ്റ്റുഡൻറ്റ് ഇത് ടീച്ചർ ഈ H1 H2 ഇത് ഹൈറ്റിൻ്റെ പേര് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ലൈൻസ് വരയ്ക്കുമ്പോഴത്തേക്ക് ലൈൻ L1 പാരലൽ ലൈൻസ് ഒക്കെ ലൈൻ L2 അതല്ലെങ്കിൽ ലൈൻ L എന്ന് M എന്നും കൊടുക്കും അല്ലേ. ഓക്കെ, ലൈൻ Lഉം ലൈൻ M അതേപോലെ നമ്മൾ പേര് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് ഫസ്റ്റ് ലൈൻ L1, ഇത് സെക്കൻഡ് ലൈൻ L2 L3 അങ്ങനെയൊക്കെ കൊടുക്കും. അതേപോലെ ഹൈറ്റ് H1 H2 അതേപോലെ ഡയഗണൽ ഫസ്റ്റ് ഡയഗണൽ സെക്കൻഡ് ഡയഗണൽ അങ്ങനെ കാര്യം കേട്ടോ. D കൊടുത്തിട്ട് ഇത് താഴെ ചെറുതായിട്ട് D1 ഇത് D2. ടീച്ചറുടെ സ്റ്റുഡൻറ്റ് ഡൗട്ട് ചോദിച്ചാലാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി റോംബസിന്റെ ഫസ്റ്റ് ഫോമുല ബേസ് ഇൻറ്റു ഹൈറ്റ്, ബേസ് ഇൻറ്റു ഹൈറ്റ് വെച്ച് റോംബസിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് ഡയഗണൽസ് തന്നാൽ എങ്ങനെയാണ് റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മുടെ ഡയഗണൽസ് വരയ്ക്കാം. അപ്പോൾ ഈ ഡയഗണൽ റോംബസിനൊരു പേര് കൊടുക്കാതെ പേര് കൊടുക്കുന്നത് ഞാനിപ്പം ABCD ഇങ്ങനെ കൊടുക്കും. അതിൽ നിങ്ങൾക്ക് പേര് ഇപ്പോൾ ABCD ഇങ്ങനെ വേണമെന്ന് കൊടുക്കാം. എങ്ങനെ വേണമെന്ന് കൊടുക്കുന്നത് നമ്മുടെ പേര് പറയുമ്പോൾ ഒന്നുകിൽ ക്ലോക്ക് വൈസ് കൺസിക്യൂട്ടീവ് ആയിട്ട് പറയുക, അതല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് കൺസിക്യൂട്ടീവ് ആയിട്ട് പറയുക, അത്ര കാര്യം. ഓക്കെ, അപ്പോൾ ഇനി ഡയഗണൽസ് ഒന്ന് വരയ്ക്കട്ടെ. ഓക്കെ, ഡയഗണൽസ് ഒന്ന് റെഡ് ഇട്ട് കൊടുത്താലോ. ഈ ഫോമിലൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആകും. അപ്പോൾ ഓപ്പോസിറ്റ് വെർട്ടിസസ് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡയഗണൽ കിട്ടുന്നത്. ഡയഗണലിൽ ഡോട്ടിട്ട് ഡോട്ടിട്ട് കൊടുക്കാം അല്ലേ. ഓക്കെ, അടുത്ത ഡയഗണൽ, അപ്പോൾ ഒരു ഡയഗണലിൽ BD അല്ലെങ്കിൽ അടുത്ത ഡയഗണൽ AC. അപ്പോൾ 2 ഡയഗണൽ തന്നിരുന്നാൽ നമുക്കൊരു ഫോർമുല കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഇത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയല്ലേ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോടെ 2 ഇന്റർസെക്റ്റിംഗ് ലൈൻസ്, ദിസ് ഇസ് കോൾഡ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഓക്കെ, മീറ്റിംഗ് പോയിന്റ്, കോമൺ പോയിന്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ O എന്ന് കൊടുക്കുകയാണ് കേട്ടോ. O ഈസ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ 2 ലൈൻ, ദിസ് 2 ഡയഗണൽസ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇവിടെ 2 ട്രയാങ്കിളിൻ്റെയും കൂടെ ഈ ട്രയാങ്കിൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 4 ട്രയാങ്കിൾ ആയല്ലേ. അതായത് ഞാനിപ്പോൾ കൊടുക്കാം എന്താ ഈ ട്രയാങ്കിൾ ACB, അതായത് പാരലോഗ്രാം ABCD, ഏരിയ ഓഫ് പാരലോഗ്രാം, ഏരിയ ഓഫ് പാരലോഗ്രാം അല്ല റോംബസ്, ഏരിയ ഓഫ് റോംബസ് is equal to area of triangle. ഞാൻ ACB കൊടുക്കുകയാണ്. ACB പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ ഈ ട്രയാങ്കിളും നമ്മൾ നേരത്തെ എടുത്തത് ഇങ്ങനെ എടുത്തത് അല്ലേ. ACB എടുത്ത് ഈ ട്രയാങ്കിൾ എടുക്കുകയാണ് കേട്ടോ. ACB എടുത്ത് ACD. ഓക്കെ, അതായത് ട്രയാങ്കിൾ ACB എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഒന്ന് കൊടുക്കുക കേട്ടോ, അല്ല ഇങ്ങനെ വരയ്ക്കാം അല്ലേ. ഓക്കെ, അതായത് നമ്മുടെ റെഡ് ട്രയാങ്കിൾ കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമ്മൾ വരച്ചേക്കാന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ആ ഡയഗ്രം കൂടെ വരച്ചത്. കൺഫ്യൂഷൻ ആയല്ലേ. ഓക്കെ, ഈ 2 ട്രയാങ്കിളിൻ്റെ ഏരിയ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റോംബസിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഇനി ഈ ട്രയാങ്കിളിനൊന്ന് ബ്ലൂ കളർ കൊടുക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇവിടെ ഇപ്പോൾ 2 ഡയഗ്രം എടുക്കുമ്പോൾ 4 ട്രയാങ്കിൾ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവിടെ. ഓക്കെ,
വലിയ പിള്ളേരല്ലേ, 8ാം ക്ലാസ്സുകാരല്ലേ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ റോംബസിൻ്റെ ഏരിയ ഇത്ര കാര്യമേ ഉള്ളൂ. ഇനി ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഫോം നമുക്കറിയാം, ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ഹാഫ് ബി എച്ച്. അപ്പോൾ ഹാഫ് ഇൻറ്റു ഇനി ഏത് ട്രയാങ്കിൾ ആദ്യത്തത് ACB. അപ്പോൾ ACB എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ബേസ് AC ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ബേസ് AC ആയിട്ട് എടുക്കുന്ന ഹാഫ് മറ്റേ ട്രയാങ്കിളും വരും, അതുകൊണ്ട് റെഡ് കൊടുക്കുകയാണേ. ഹാഫ് AC ഇൻറ്റു ഇവിടെ റെഡ് കൊടുത്ത കാര്യം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവണേ. അപ്പോൾ ഹാഫ് AC ഇൻറ്റു ഈ ബേസ് എടുത്താൽ ഓപ്പോസിറ്റ് വെർട്ടെക്സ് നടക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ സെഗ്മെന്റ്. നമുക്കറിയാം ഇവ രണ്ടും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും പെർപെൻഡിക്കുലർ ആണ്. അപ്പോഴത്തേക്ക് ഇത് ഹൈറ്റ് തന്നെയാണ്, ട്രയാങ്കിളിന്റെ ഹൈറ്റ്, ഈ റെഡ് ട്രയാങ്കിളിന്റെ ഹൈറ്റ്. റെഡ് ഇത് കൂടെ റെഡ് കൊടുക്കാമല്ലോ ഇവിടെ. ഓക്കെ, റെഡ് ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ AC ഇൻറ്റു ഞാൻ OB എന്ന് കൊടുക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ BO കൊടുക്കാതെ, രണ്ടും സെയിം തന്നെയാണ്. BO എന്ന് കൊടുക്കുകയാണ് എന്നുവെച്ചാൽ എനിക്ക് ഈ ODയും കൂടെ വരണം, അതുകൊണ്ട് BO എന്ന് കൊടുത്തന്നില്ല കേട്ടോ. ഓക്കെ, പ്ലസ് അടുത്ത ട്രയാങ്കിൾ നമ്മുടെ ബ്ലൂ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ACD അല്ലേ. അപ്പോൾ ACD ആകുമ്പോഴത്തേക്കും സെയിം തന്നെയാണ്, ഹാഫ് ACD. ഓക്കെ, ഇവിടെയും AC ഉണ്ട്, ഇവിടെ AC ഉണ്ട്, കണ്ടാണ്. ACD എടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഈ ട്രയാങ്കിൾ എടുക്കുന്നത്, ഈ കുഞ്ഞൻ ട്രയാങ്കിൾ എടുക്കല്ലേ. ഈ വലിയ ട്രയാങ്കിൾ നമ്മൾ രണ്ട് ട്രയാങ്കിളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഹാഫ് ഈ ബേസ് AC, അപ്പോൾ അവിടെയും AC കോമൺ ഉണ്ട്, ഇൻറ്റു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹാഫ് AC ഇൻറ്റു ഇത്. ഇനി ഈ ബേസ് എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്നുള്ള ഹൈറ്റ്. ഓക്കെ, ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണല്ലോ, അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ തന്നെയാണ്, OD ആണ് അതിൻ്റെ ഹൈറ്റ്. AC ഇൻറ്റു നമ്മൾ നേരത്തെ BO എടുത്ത് OD കൊടുക്കാം, ഇൻറ്റു OD. ഓക്കെ, ഫോർമുല ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, അതായത് A ഇൻറ്റു B പ്ലസ് C ഈസ് ഈക്വൽ ടു AB പ്ലസ് AC ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എപ്പോഴും നമ്മൾ അതിൻ്റെ റിവേഴ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇങ്ങനെ വന്നാൽ ഈ കോമൺ ആയിട്ടുള്ളത് കണ്ട ബ്രാക്കറ്റിന് വെളിയിലിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ഇതിനകത്ത് കൊടുക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ടുള്ള ആൾക്കാർ ഹാഫ് AC ആണ്, ഹാഫ് ഇൻറ്റു കൊടുക്കാം കേട്ടോ, ഹാഫ് ഇൻറ്റു AC. ഇനി ബ്രാക്കറ്റിനകത്ത് ആരൊക്കെ വരും, BO പ്ലസ് OD. നിങ്ങളിതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫോർമുല കാണാൻ പഠിച്ചാൽ മതി കേട്ടോ. ഫോർമുല അങ്ങ് പഠിച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പോൾ ഈസ് ഈക്വൽ ടു ഹാഫ് AC ഇൻറ്റു ഈ BO പ്ലസ് OD ഉണ്ട്. അവിടെ BO പ്ലസ് OD എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡയഗണലാണ് BD. ഓക്കെ, BD അല്ലെങ്കിൽ DB അല്ല സെയിം. ഇവിടെ ഇൻറ്റു കൊടുത്താലും കുഴപ്പമില്ല, കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഫോർമുലയായി ഒന്നരട്ടിട്ട് കൊടുക്കട്ടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് AC ഇൻറ്റു BD. അപ്പം ഈ റോംബസിന്റെ എന്തായിട്ടാണ് വരുന്നത്, ഡയഗണൽസ് ACയും BDയും. അപ്പോൾ അതിന് നമ്മൾ ഫോർമുലയൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി D1 D2 എന്ന് കൊടുക്കുന്നത് കേട്ടോ. ഒരു ഡയഗണൽ D1 എന്ന് കൊടുക്കും, അടുത്ത ഡയഗണൽ D2 എന്ന് കൊടുക്കുന്നു. അത് നിങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ, ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 വേണമെങ്കിൽ അങ്ങനെ പഠിക്കുക, അതല്ലെങ്കിൽ ഹാഫ് D1 D2. ഹാഫ് D1 D2 മതി അല്ലേ, D1 D2. അപ്പോൾ ശരിക്കും എൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽസ്. പ്രോഡക്റ്റ് ഓഫ് ടീച്ചർ എപ്പോഴും എഴുതി വരുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ സമയം ഉണ്ടല്ലേ, പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽസ്. ഓക്കെ, അപ്പം ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണം ഫോർമുല. ഒരു 10 പ്രാവശ്യം എഴുതി പഠിക്കണം കേട്ടോ. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഫോർമുലയുടെ ആവശ്യമില്ല, ഡയഗണൽസ് തന്നേക്കും. ഓക്കെ, അപ്പം ദിസ് റോംബസിന്റെ ഏരിയ, ദിസ് പാരലോഗ്രാമിന്റെ BH അതേപോലെ റോംബസിൻ്റെത് 4 സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ അവിടെ നമുക്ക് B/H ഫോർമുലയും യൂസ് ചെയ്യാം, പിന്നെ ഹാഫ് D1 D2 രണ്ട് ഫോർമുലയും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, bye bye, see you in the next video.